മഹാവിഷ്ണുവിന്റെ പഞ്ചഭാവങ്ങൾ. സനാതനധർമ്മമനുസരിച്ച് ഭക്താനുഗ്രഹത്തിനായും ലോകപരിപാലനത്തിനായും മഹാവിഷ്ണു 5 വ്യത്യസ്ത ഭാവങ്ങളിൽ വിളങ്ങുന്നു. ഭഗവാന്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപമാണ് പര. നിത്യശുദ്ധമായ വൈകുണ്ഠത്തിൽ കുടികൊള്ളുന്ന ഈ പരമതേജസ് നിത്യമുക്തരായ ആത്മാക്കൾക്കും തപസ്വികൾക്കും മാത്രമേ ദർശിക്കാനാവൂ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി ഭഗവാൻ കൈക്കൊള്ളുന്ന ചതുർവിധ രൂപങ്ങളെയാണ് വ്യൂഹ എന്ന് വിളിക്കുന്നത്. അധർമ്മം വർദ്ധിക്കുമ്പോൾ ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കാനായി ഭഗവാൻ സ്വീകരിക്കുന്ന രൂപങ്ങളാണ് വിഭവ. മത്സ്യം മുതൽ കൽക്കി വരെയുള്ള ദശാവതാരങ്ങളിലൂടെ ഭഗവാൻ ഭക്തരെ പരിരക്ഷിക്കുകയും ലോകത്തിന് നന്മ പകരുകയും ചെയ്യുന്നു. ഏതു ജീവിയുടെയും അന്തരംഗത്തിൽ ആത്മരൂപിയായി കുടികൊള്ളുന്ന ഭഗവാന്റെ ഭാവമാണ് അന്തര്യാമി. ഭഗവാനെ തേടി എങ്ങും അലയേണ്ടതില്ലെന്നും നമ്മുടെ ഓരോ ശ്വാസത്തിലും അവിടുന്ന് സാക്ഷിയായി വസിക്കുന്നുവെന്നും ഈ രൂപം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സാധാരണക്കാർക്ക് ആരാധിക്കാനും ചൈതന്യം അനുഭവിക്കാനുമായി ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലും ഭഗവാൻ സ്വീകരിക്കുന്ന രൂപമാണ് അർച്ച. വിഗ്രഹങ്ങളായും ചിത്രങ്ങളായും നാം പ്രാർത്ഥിക്കുമ്പോൾ ഭക്തന്റെ പ്രാർത്ഥനകൾക്ക് ഫലം നൽകുന്ന ഏറ്റവും ലാളിത്യമുള്ള ഭാവമാണിത്. ഭഗവാൻ നമ്മളിൽ ഓരോരുത്തരിലും അന്തര്യാമിയായി നിലകൊള്ളുന്നു എന്ന തിരിച്ചറിവ് ജീവിതത്തെ ധന്യമാക്കട്ടെ.